എന്തായി പറയുന്നേ? പപ്പ കരുതുന്നത് പോലൊന്നുമല്ല അത്. മതി ചെയ്യാം. ഇവൻ പറഞ്ഞതിൽ കൂടുതൽ എന്താ നിനക്ക് പറയാനുള്ളത്? ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കാൻ ആരാ ഇവന് അധികാരം കൊടുത്തത്? അങ്കിൾ, അത് നീ മിണ്ടിപ്പോകരുത്. പപ്പ പപ്പ പ്ലീസ്, ഇങ്ങനെയൊന്നും പറയരുത് പപ്പ. അങ്കിൾ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ജിനി, മോളെ വിളിച്ചോണ്ടകത്ത് പോ. അത് എന്നോടാ പറഞ്ഞത്. പപ്പ, ഞങ്ങൾ പറയുന്നത് കേക്ക് പപ്പ. ജിനി, മോളെ കൊണ്ടുപോ. നിക്ക്. നിങ്ങൾക്ക് അങ്ങനെ അവളെ കൊണ്ടുപോകാൻ പറ്റുമോ? അവളെ താലി കെട്ടിയവനാ ഞാൻ. ഇപ്പൊ അവളുടെ മേൽ അവകാശം എനിക്കാണ്. ഞാൻ അവളുടെ അച്ഛനാണ്. നീ ഈ പറഞ്ഞ അവകാശം ഒറ്റ ഒപ്പ് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് അവളോടുള്ള ബന്ധം അറുത്താലും മുറിച്ചാലും തീരില്ല. ഒരു ഒപ്പിൽ തീരുമെന്നോ? അതിന് നിങ്ങളുടെ മകൾ ഒപ്പിട്ടാലല്ലേ? അവൾ ഒപ്പിടില്ല. അവൾ എൻ്റെ പെണ്ണ. അവൾ എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട്. അതിലുപരി എൻ്റെ ചോര അവരുടെ ഉള്ളിൽ വളരുന്നുണ്ട്. അത് നിങ്ങൾ മറന്നുപോയോ? വേണ്ട പപ്പ. ജിയ, നീ എൻ്റെ ഭാര്യയെപ്പോ നിനക്ക് എപ്പോ വേണമെങ്കിലും എൻ്റെ കൂടെ ഇറങ്ങി വരാം. ഇപ്പൊ ഞാൻ വിളിക്കുക നിന്നെ. വാ എൻ്റെ കൂടെ. ഇച്ചായനൊന്ന് സമാധാനിക്ക്. ഈ ദേഷ്യം ഒന്ന് മാറ്റ്. നീ ഞാൻ പറഞ്ഞത് കേട്ടോ, എൻ്റെ കൂടെ വരാൻ. ഇച്ചായ അത് ഇങ്ങനെ വാശി കാണിച്ചു പോയാ അത് ശരിയാകില്ല ഇച്ചായ. ഇച്ചായനിപ്പോ പോ. ഇപ്പൊ വീട്ടിൽ പോ. പപ്പ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ജിയ, നീ വരുന്നോ ഇല്ലയോ? അവൾ വരില്ലടാ. അവൾ എൻ്റെ മകളാ, ഈ ജോണിന്റെ മകൾ. നീ എൻ്റെ മോളെ ചതച്ച് ഒരു കൊച്ചായപ്പോൾ ഭർത്താവിന്റെ അവകാശം കാണിച്ചു വരുന്നു. ഇതെന്റെ പപ്പായ, മാന്യമായിട്ട് പെരുമാറണം. ജിയ, നീ വരുന്നോ? ഞാൻ അവസാനമായി ചോദിക്കുക. ഞാൻ വരുന്നില്ല. ജിയ, നീ എന്തായി പറയുന്നേ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? മതി, നീ വാ. ഇനി ഇവിടെ നിൽക്കേണ്ട. നീ വാ. നീ വിടട എന്നെ. ജിയ, താൻ പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ ഇറങ്ങുമോ? എന്തിനാ പപ്പ അങ്ങനൊക്കെ ഇച്ചായനോട് പറഞ്ഞു? ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ പപ്പ എന്താ മനസ്സ് കാണിക്കാത്തത്? ജിയ, നീ ഇനിയും എന്തിനാ അവനെ ന്യായീകരിക്കുന്നേ? അവൻ ചെയ്തത് ശരിയാണോ? ശരിയല്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇപ്പൊ എന്റെ ജീവനായി ഇച്ചായന് ഞാനും. എനിക്ക് ഇച്ചായനില്ലാതെ പറ്റില്ല. എന്നിട്ട് ഞാൻ ഇച്ചായനെ ഇന്ന് വിഷമിപ്പിച്ചു വിട്ടത് പപ്പയും അമ്മയും ഓർത്ത്. ഇനിയും ഒരു വട്ടം കൂടി നിങ്ങളെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇച്ചായൻ പപ്പയെ കാണാൻ വന്നത്. എന്നിട്ട് ഞാൻ തന്നെ എന്റെ ഇച്ചായനെ തള്ളിപ്പറഞ്ഞു. മോളെ എന്ത് പറ്റി? ജിയ, എന്ത് പറ്റിയടാ? എനിക്ക് വയറ് വേദനിക്കുന്നു. അയ്യോ, നമുക്ക് വയറ് വേദനിക്കുന്നു. പെട്ടെന്ന് വണ്ടി എടുക്ക്. ഇപ്പൊ എടുത്തു ജിനി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോളെ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ? ഇല്ല മോൾ,
ചായ പെട്ടെന്ന് വിട്. ടേയ്, നീ എന്തായി കാണിച്ചേ? അവിടെ പപ്പയുടെ കോളറ് കാര്യം പിടിച്ചേക്കുന്നു. പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അയാൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ അർജുൻ? ഷേ, ഞാനും കേട്ടു. പക്ഷെ നീ അങ്ങേരുടെ പ്രായത്തെയെങ്കിലും ബഹുമാനിക്കേണ്ടതല്ലായിരുന്നു. ഇങ്ങനാണോ പെരുമാറേണ്ടത്? ജിയ, അവൾ അവൾ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ കൺട്രോൾ പോയി. അതിന്റെ കൂടെ അങ്ങേരുടെ വർത്താനവും. അവൾ നിന്നോട് ദേഷ്യം അടങ്ങിയിട്ട് സംസാരിക്കണം എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അവൾ അവൾ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ പപ്പയുടെ കോളറിൽ ഇങ്ങനെ ആരെങ്കിലും കയറി പിടിച്ച നീ എന്ത് ചെയ്യും? കൊല്ലും ഞാൻ ആരായാലും. ആ, അതേ അവളും ചെയ്തുള്ളൂ. പക്ഷേ ഡാ, നീ നിന്റെ ഈ ദേഷ്യം ആദ്യം കുറയ്ക്ക്. നീ എന്ന് സമാധാനത്തിൽ സംസാരിച്ചിരുന്നേൽ ഇത്രയും പ്രശ്നമാകില്ലായിരുന്നു. അതുകൊണ്ട് നീ നാളെ സമാധാനത്തിൽ അങ്കിളിനോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്ക. പറ്റില്ല, എനിക്ക് അങ്ങേരുടെ കാല് പിടിക്കാൻ വയ്യ. ഡാ, നീ വാശി കാണിക്കുമ്പോ ഒരു കാര്യം മറന്നു പോകരുത്. നിന്റെ കുഞ്ഞ് അവരുടെ ഉള്ളിൽ വളരുന്നുണ്ടെന്ന്. എന്റെ കുഞ്ഞ്. ജിയ, ഹലോ ജിയ. മോനെ ഞാനാ. ആന്റി. മോനെ, മോൾക്ക് പെട്ടെന്ന് പെയിൻ വന്നു. ഇപ്പോ ഞങ്ങൾ ഹോസ്പിറ്റലിലാ. ജിയ, ഡാ, എന്താണെന്ന്? ജിയക്ക് പെട്ടെന്ന് പെയിൻ വന്നെന്ന്. ഇപ്പോ ഹോസ്പിറ്റലിലാണെന്ന്. എന്റെ പെണ്ണ്. നീ കീത, ഞാൻ വണ്ടി ഓടിക്കാം. കീ തരാൻ. ആന്റി, എന്ത് ചെയ്യാ? മോളെ അകത്ത് കയറ്റിയേക്കുവാ. ഡോക്ടർ വന്നില്ല. ഈശ്വര, എന്റെ പെണ്ണ്, എന്റെ കുഞ്ഞ്. നീ ടെൻഷൻ അടിക്കാതെ ഇവിടെ ഇരിക്കട്ടെ. ഡോക്ടർ ജിയാന. അത് പറയാനാ ഞാൻ വന്നത്. ജിയയുടെ ബോഡി വളരെ വീക്കാണ്. കുട്ടിക്ക് BP ലോ ആണ്. പിന്നെ ക്യാരിയും കൂടെ ആയതുകൊണ്ട് ബോഡി ഒന്നുകൂടെ വീക്കാകും. അത് അമ്മയെയും കുഞ്ഞിനെയും ബാധിക്കും. ഇപ്പൊ രണ്ടുപേർക്കും പ്രോബ്ലം ഒന്നുമില്ല. തക്ക സമയത്തിന് എത്തിച്ചതുകൊണ്ട് അബോർഷൻ ആയില്ല. എന്റെ ദൈവമേ, ഡോക്ടർ, എന്റെ മോളെ ഒന്ന് കാണാൻ പറ്റും? ഇപ്പോൾ ജിയ സെഡേഷനിലാണ്. ഉണരുമ്പോൾ പോയി കണ്ടോളൂ. ഡോക്ടർ, വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഏയ്, ഒന്നുമില്ല. താങ്കൾ ആരാണ്? കുട്ടിയുടെ ഹസ്ബൻഡാണ്. ആ, ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടിയുടെ ബോഡി വളരെ വീക്കാണ്. ഫുഡ് നന്നായി ശ്രദ്ധിക്കുക. വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഡ്രിപ്പ് തീർന്നാൽ പോകാം. ഓക്കെ? ഡോണ്ട് വറി മാൻ, ഷീ വിൽ ബി ഓൾ റൈറ്റ്. ഇവനെ ആരാ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഞാനാ. ജിനി, നിന്നോട് ആരാ പറഞ്ഞേ ഇവനെ ഇവിടെ വിളിച്ചു വരുത്താൻ? അങ്കിൾ, അത് എന്റെ മോളെ ഇനി നീ കാണാൻ വന്നു പോയേക്കരുത്. ഇറങ്ങിപ്പോടാ. എന്താ പറയുന്നേ? ജിനി, നീ മിണ്ടരുത്. നിന്നോട് പോകാനാ പറഞ്ഞത്. അർജുൻ, വാടാ. അങ്കിൾ, ഇത് കുറച്ച് കൂടിപ്പോയി. പ്രാണൻ കൈ പിടിച്ചുകൊണ്ട് അവൻ ഇങ്ങോട്ട് ഓടി വന്നത് അവന്റെ പെണ്ണിനെ കാണാൻ. അവനെ ഇങ്ങനെ പരിഹസിക്കരുതായിരുന്നു. ജിയെ ഓർത്ത് മാത്രമാണ് നിങ്ങളോട് അവൻ മറുപടി പറയാഞ്ഞത്. അതെനിക്കറിയാം. എന്തായാലും ഇത് കുറച്ച് കൂടിപ്പോയി അങ്കിൾ. അവിടെ നിൽക്ക്. അർജുൻ, നീ എന്നെ വിട. പ്ലീസ്.
എന്തിനാ അർജുൻ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത്? ജിയയ്ക്ക് വേണ്ടി, അവളുടെ ഉള്ളിൽ വളരുന്ന നിന്റെ കുഞ്ഞിന് വേണ്ടി. അർജുൻ, എനിക്കൊരു പെണ്ണിനെ വേണമടാ. അവളെ ഒരു മിനിറ്റ് പോലും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അവളുടെ സമ്മതമില്ലാതെ ഞാൻ അവളെ വിവാഹം കഴിച്ചു. ശരിയാ, തെറ്റാ അത്. പക്ഷെ അതിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് തരണോടാ. ജയ്, നീ ഒന്ന് സമാധാനിക്കും. എന്തായാലും ജിയ ഒരിക്കലും നിന്നെ കാണണ്ടെന്ന് പറയില്ല. അത് എന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാമല്ലോ. അറിയാം, പക്ഷെ അങ്ങേര് അവിടെ തന്തപ്പടി സമ്മതിക്കുന്നില്ലല്ലോ അവളെ ഒന്ന് കാണാൻ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്റെ അവസ്ഥ. അവളെ ഒന്ന് കാണാഞ്ഞിട്ട്. മമ്മി, ഞാൻ റിസൾട്ട് വാങ്ങിയിട്ട് ഇറങ്ങാൻ തുടങ്ങുക. കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാ. മമ്മിയോട് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അത് ചെയ്യും അർജുനുമില്ലേ? അവരെന്താ എവിടെ? ഹലോ മമ്മി, ഞാൻ വീട് വന്നിട്ട് ബാക്കി പറയാം. ശരി. ഇവര് ഈ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുക? ദൈവമേ, ജിയയ്ക്ക് വല്ലതും. അവൾ ക്യാരിയുമായിരുന്നല്ലോ. പക്ഷെ എന്തായിരിക്കും കാര്യം? പോയി ചോദിക്കാം. അർജുൻ, നിങ്ങളെന്താ ഇവിടെ? അത് ജാക്സൺ. നീയും അങ്ങേരും കൂടി ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയ അത് ബാധിക്കുന്നത് ജിയയാ. അവളിപ്പോ ക്യാരിയും കൂടല്ലേ. നീ അവളെ വിഷമിപ്പിക്കാനാണ് ഇവിടെ കിട്ടിയത്. ജാക്സൺ, നീ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. അർജുൻ, നീ ഇതിനെ കണ്ട വഴിപോക്കരോട് എന്റെ പേഴ്സണൽ കാര്യം പറയാൻ പോകുന്നത്? അർജുൻ, എനിക്ക് ഇവനോട് ഒന്നും പറയാനില്ല. ജിയ എനിക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടവൾ തന്നെയാണ്. അതുകൊണ്ട് അവളെക്കുറിച്ച് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് പറയുക, ഇവന്റെ ദേഷ്യം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൾക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കാനേ നേരം കാണത്തുള്ളൂ. നീ എന്റെ പെണ്ണിന്റെ കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ അടിക്കണ്ട. അവളെ നോക്കാൻ എനിക്കറിയാം. നോക്കിയാ ഇവിടം വരെ ആയത്. നീ ഒന്ന് നിർത്ത്. നിങ്ങൾ തമ്മിൽ ജിയയുടെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എങ്ങനെയും ജിയെ നീ സ്വന്തമാക്കാൻ നോക്കട്ടെ. അത് ഇവന് പറഞ്ഞാൽ മനസ്സിലാക്കില്ലല്ലോ. ഇവൻ അവളെ സ്നേഹിച്ചാലും ഇല്ലേലും അവളെ ഞാൻ സ്വന്തമാക്കിയിരുന്നേന്. പക്ഷെ അവളുടെ മനസ്സ് ഇവന് കൊടുത്തു പോയിരുന്നു. മനസ്സ് മാത്രമല്ലടാ. എന്തൊക്കെയാടാ നീ? നിർത്ത. പിന്നെ അർജുൻ, ഇവന്റെ ഈ വർത്താനം. ഏത് മാനിന സ്വന്തം പെണ്ണിന്റെ കാര്യം ഇങ്ങനെ ഒരു തെൽപ്പോ പറയുമ്പോൾ സഹിക്കുന്നേ? ജാക്സൺ, അതവൻ പറഞ്ഞത് ശരിയാ. അവളിപ്പോൾ ടേയുടെ മാത്രമാണ്. ഇനിയും നീ അവളെ മനസ്സിൽ വെച്ച് നടക്കല്ലേ ജാക്സ? ഞാൻ പലവട്ടം മറക്കാൻ നോക്കി, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അർജുൻ, ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകില്ല. ഞാൻ ഇവനെ അടിച്ചു പോകും. ജിയയ്ക്ക് ബോധം വീണു. കേറി കണ്ടോളൂ. മോളെ ജിയ, അമ്മയുടെ മോളെ. അമ്മ, എന്താ അമ്മ കരയുന്നേ? എന്താ അമ്മ എന്തിനാ കരയുന്നേ? എന്റെ കുഞ്ഞിന് കുഞ്ഞിനൊരു കുഴപ്പവുമില്ല മോളെ. സത്യമാണോ പപ്പ? സത്യമാ മോളെ. ഇച്ചായൻ എവിടെയമ്മ? അത് ടീ പുറത്ത്. അവൻ വന്നില്ല മോളെ. ഇച്ചായ? അതെ മോളെ, അവൻ വന്നില്ല. ഇച്ചായൻ വന്നില്ലേ? മോളെ, ഈ ജ്യൂസ് കൂടെ കുടിക്കേ. എനിക്ക് മതിയമ്മ. എനിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു.
അയ്യോ, മോളെ കഴിച്ചതെല്ലാം ഛർദ്ദിച്ചല്ലോ. അമ്മ, എനിക്കിനി ഒന്നും വേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ. അമ്മ പൊക്കോ. മോളെ എന്തേലും വേണേ അമ്മയെ വിളിക്കണേ. ഉം. എന്താ ഇച്ചായ എന്നെ കാണാൻ വരാമോ? എന്നോട് ദേഷ്യമാണോ ഇച്ചായന്? എന്നെ എന്നെ വേണ്ട ഇച്ചായ. ആവേ, പപ്പയ്ക്ക് നമ്മളെ വേണ്ടേ? ഇച്ചായ, എന്താ ജിനി? ഇച്ചായ നീ കാണിക്കുന്നത് ശരിയാണോ? ഞാനെന്ത് കാണിച്ചു? എന്നിട്ടേ മോളെ കാണാൻ വന്നില്ലെന്ന് എന്തിനാ അവളോട് കള്ളം പറഞ്ഞത്? ഓ, അതാണോ? ഇച്ചായ, ഇത് വെറും നിസ്സാരമാണോ ഇച്ചായന്? നമ്മുടെ മോളുടെ ജീവിതം വെച്ചാ ഇച്ചായൻ കളിക്കുന്നത്. എനിക്ക് എന്റെ മോളെ അവനെ കാണിക്കാൻ തോന്നിയില്ല. അതാ ഞാൻ അവനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. പിന്നെ മോളോട് അവൻ വന്നില്ല എന്ന് പറഞ്ഞത്. പപ്പ, മോളെ ജിയ, എന്തിനാ പപ്പ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ?